ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ലോസ് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തുള്ള 2 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ 3-ാം 4-ാമത്തെ ദിവസത്തേതാണ്. അതിൽ ഹൈ പ്രോട്ടീൻ ആഡ് ചെയ്യുന്നുണ്ട്, വെജിറ്റേറിയൻസിൻ്റെത് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കേരള സ്റ്റൈലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മീൻസ് മെസ്സേജ് അല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് രാവിലെ ജീര വാട്ടർ കുടിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന്. ജീര വാട്ടർ കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ജീരകത്തിൻ്റെ സീഡ് കൺസ്യൂം ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ടിനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ ജീര വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അസിഡിറ്റിയുടെ പ്രോബ്ലം വരും. അപ്പോൾ ബെറ്റർ ആയിട്ട് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഹോട്ട് വാട്ടർ തന്നെ രാവിലെ നോർമൽ വാട്ടർ എടുത്തിട്ട് പോവുക, അല്ലാതെ ചിയ സീഡൊന്നും കൺസ്യൂം ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അപ്പോൾ ജീര വാട്ടർ എടുക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം നോക്കി നമ്മുടെ അസിഡിറ്റി കാര്യങ്ങളെല്ലാം, പിന്നെ ലെമൺ വാട്ടർ ഒന്നും എടുക്കരുത്. നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും അതിൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ബ്ലാക്ക് കോഫി ഒക്കെ കുടിക്കാവുന്നതാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ കുടിക്കുക. മെയിനായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ചൂടുവെള്ളം രാവിലെ എണീച്ച് ചൂടുവെള്ളം കുടിക്കുന്നതിൽ പ്രശ്നമില്ല, ജീര വാട്ടറും കുടിക്കുന്നതിൽ പ്രശ്നമില്ല. പിന്നെ ഹണിയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യരുത്. ലെമൺ വാട്ടർ പ്ലസ് ഹണിയൊക്കെ കുടിക്കാമെന്ന് വിചാരിക്കരുത്, അതൊന്നും ആഡ് ചെയ്ത് കുടിക്കരുത്. എന്നാൽ അപ്പോൾ തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് ബാക്കി 3-ാമത്തെ 4-ാമത്തെ ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് 12 മണി ആണ് ടു 8 മണിയാണ്. 12 മണി ഉച്ചയ്ക്ക് 12 മണി ടു രാത്രി 8 മണിക്കുള്ള 16/8 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡയറ്റാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 12 മണിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കുക, എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണിക്ക് അത് കുടിച്ച് ഒരു 12-12:30 ആകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 4-ാമത്തെ ദിവസത്തെ ലഞ്ചിനായിട്ട് എടുക്കേണ്ടത് 2 ചപ്പാത്തി എടുക്കാം. അതുപോലെ തന്നെ ഓംപ്ലേറ്റ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് 2 മുട്ട വെച്ചിട്ട് ഓംപ്ലേറ്റ് എടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു കറി, അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. അത് നമുക്ക് 1 കപ്പ് എടുക്കാം. അപ്പോൾ ലഞ്ചിന് ഇത് കഴിക്കാം. ഇനി അടുത്തത് സ്നാക്കിനാണ്. സ്നാക്ക് ടൈം എന്ന് പറയുമ്പോൾ 4 മണിയാണ്. ആ സമയത്ത് കഴിക്കേണ്ടത് പീനട്ടാണ്. 20 ഗ്രാം പീനട്ട്സ് ആ സമയത്ത് കഴിക്കാവുന്നതാണ്. ഇനി ഡിന്നർ സമയം. ഡിന്നർ എന്ന് പറയുമ്പോൾ 7 to 8 ഇതിൻ്റെ ഉള്ളിൽ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കണം. നമ്മൾ സൂപ്പ് എടുക്കുക 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. ആ സമയത്ത് വെജിറ്റബിളോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ 300 ml ബൗളിൽ നമുക്ക് 300 ml അത്രയും നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ 4-ാമത്തെ ദിവസം ഇത് ഹൈ പ്രോട്ടീൻ ആണ്. ഒരു 1500 കാലറിക്കുള്ളിൽ വരുന്ന ഒരു പ്രോട്ടീൻ ഡയറ്റ് ആണ്. അപ്പോൾ ഇത് 4-ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇനി 5-ാമത്തെ ദിവസം ആകുമ്പോൾ ഫാസ്റ്റിംഗ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാൻ നേരത്ത് 1 കപ്പ് റൈസ്, ബ്രൗൺ റൈസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഒരു 150 ഗ്രാം ചിക്കൻ കറി എടുക്കുക. അതുപോലെ തന്നെ തൈര്, ഒരു 1/2 കപ്പ് തൈരും കൂടി എടുക്കുക. ഇതായിരിക്കണം ലഞ്ചിന് കഴിക്കേണ്ടത്. ഇനി അടുത്തത് സ്നാക്കാണ്. സ്നാക്ക് ടൈം എന്ന് പറയുമ്പോൾ 4 മണിയാണ്. 4 മണിക്ക് 1 കപ്പ് വാട്ടർ മെലൺ കഴിക്കാം. വാട്ടർ മെലണിക്ക് കാലറി കുറവാണ്, അതുപോലെ തന്നെ നല്ല വയറ് ഫില്ലിംഗ് ആണ്. അതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം നമുക്ക് കിട്ടും. 7 മണി ഡിന്നർ ടൈം ആകുമ്പോൾ നമ്മൾ പനീർ കഴിക്കുക. പനീർ ഒരു 100 ഗ്രാം പനീർ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ സോട്ട് ചെയ്തിട്ട്, കുറച്ച് മാത്രം എണ്ണയിൽ സോട്ട് ചെയ്ത് പനീർ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചിരിക്കണം, വെള്ളം കുടിക്കാതിരിക്കരുത്. അത് ഞാൻ ഈ ഡയറ്റിൽ പറയാത്തത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. ഇനി നമ്മൾ വെജിറ്റേറിയൻസിനുള്ള ഡയറ്റാണ് പറയാൻ പോകുന്നത്. വെജിറ്റേറിയൻസിന് ലഞ്ച് ടൈമിൽ ഒരു 300 ഗ്രാം വെജ് ബിരിയാണി എടുക്കാം. വെജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബ്രൗൺ റൈസ് കൊണ്ടുള്ള വെജ് ബിരിയാണിയാണ് എടുക്കേണ്ടത്. റൈസ് കുറച്ചും പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒരു വെജ് ബിരിയാണി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് എടുക്കുക. തൈരും കൂടി ആഡ് ചെയ്ത് ഒരു 1/2 കപ്പ് സാലഡ്, കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് അതെടുക്കാവുന്നതാണ്. ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഒരു 6 ആൽമണ്ട്സ് എടുക്കാം. നട്ട്സ് ആയിട്ട് ഒരു 6 ആൽമണ്ട്സ് എടുക്കാം, കൂടരുത്. ഡിന്നറായിട്ട് ഒരു 100 ഗ്രാം പനീറും എടുക്കാവുന്നതാണ്. ഇതാണ് വെജിറ്റേറിയൻസിന്റെ 3-ാമത്തെ ദിവസമായിട്ട് എടുക്കേണ്ടത്. ഇനി വെജിറ്റേറിയൻസിന്റെ 4-ാമത്തെ ദിവസമായിട്ട് 2 ചപ്പാത്തി എടുക്കാം. അതുപോലെ തന്നെ നമ്മളെ രാജ്മ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഈ കിഡ്നി ബീൻ, ചുമന്ന കളറിലുള്ളത്, അത് 1 കപ്പ് എടുക്കാം. പിന്നെ വെജിറ്റബിൾസ് അതെല്ലാം കൂടി 1 കപ്പ് എടുക്കാം. ഇത്രയും ലഞ്ചിന് എടുക്കാം. ഇനി സ്നാക്ക് ടൈം ആകുമ്പോൾ 200 ml കോക്കനട്ട് വാട്ടർ അത് കുടിക്കാം. ഡിന്നർ ടൈം ആകുമ്പോൾ ഒരു 300 ml വെജ് സൂപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കണം
വെജിറ്റേറിയൻസിന്റെ 4ാമത്തെ ദിവസത്തെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരള സ്റ്റൈലിലുള്ള വെജ് പ്ലാൻ ആണ് 3ാമത്തെ 4ാമത്തെ ദിവസം. അപ്പം 3ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലഞ്ച് ടൈം ആവുമ്പോൾ 1 കപ്പ് ചോറ് ബ്രൗൺ റൈസ് എടുക്കാം, 1 കപ്പ് സാമ്പാർ എടുക്കാം, അവിയൽ എടുക്കാം. ഓക്കെ, 1 കപ്പ് തന്നെയാണ് എടുക്കേണ്ടത്. 1 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കപ്പല്ല, ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ടതാണ്. ചെറിയൊരു കപ്പ് വേണം എടുക്കേണ്ടത്. ഇനി അത് ലഞ്ച് അത് എടുക്കണം. അതുപോലെ തന്നെ സ്നാക്ക് ടൈം ആകുമ്പോൾ ഒരു 20 ഗ്രാം പീനട്ട്സ് എടുക്കാവുന്നതാണ്. ഡിന്നർ ടൈം ആകുമ്പോൾ 120 ഗ്രാം ഗ്രിൽഡ് ഫിഷും 1 കപ്പ് സ്റ്റീംഡ് വെജീസും കൂടി ആഡ് ചെയ്യണം. ഈ സ്റ്റീംഡ് വെജീസിൽ ബ്രോക്കോളിയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ബ്രോക്കോളി, ക്യാരറ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിക്കുക. അങ്ങനെ 3ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം. ഇനി 4ാമത്തെ ദിവസം ആകുമ്പോൾ ലഞ്ച് ടൈമിന് കപ്പയുണ്ടല്ലോ, നമ്മുടെ മരിച്ചീനി, അത് 1 കപ്പ്, ഫിഷ് കറിയും 1 കപ്പ് കഴിക്കാവുന്ന. ഫിഷൊക്കെ കഴിക്കണം, ഫിഷൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം കഴിക്കേണ്ടത്. അപ്പോൾ ലഞ്ച് ടൈമിന് അത് 2 കഴിക്കാം. സ്നാക്ക് ആകുമ്പോൾ എന്തെങ്കിലും 1 ഫ്രൂട്ട് എടുത്തിരിക്കണം. സ്നാക്കിന് എന്തെങ്കിലും 1 ഫ്രൂട്ട് എടുക്കാം. ഡിന്നർ ടൈം ആകുമ്പോൾ 2 എഗ്ഗ് വെച്ചിട്ട് ഓംലെറ്റ് എടുക്കാം. ഇതാണ് 5ാമത്തെ ദിവസം എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഈ കപ്പ വേണ്ട ആണെങ്കിൽ നിങ്ങൾക്ക് റാഗി ദോശ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുക്കാവുന്നതാണ്. റാഗി ദോശ വിത്ത് എന്തെങ്കിലും സോയാബീൻ കറി അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വേണം എടുക്കേണ്ടത്. മെഷർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു 1500 കാലറി ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഡയറ്റ് പ്ലാൻ പറഞ്ഞാലും അത് ചിലപ്പം എല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും കാലറി കുറഞ്ഞിട്ടുള്ളത് ഒരു ഫുഡായിരിക്കും വേണം എടുക്കേണ്ടത്. അത് മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ മതിയാവുന്ന അത്രയും വെള്ളം കുടിക്കുക. ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡേറ്റ്സ് കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഒരു ഡേറ്റ്സ് മീൻസ് സ്നാക്ക് ടൈമിലാകുമ്പോൾ ഒരു ഡേറ്റ്സ് ഒന്നല്ലെങ്കിൽ 2 ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബനാനയിൽ തന്നെ നാച്ചുറലായിട്ട് ഷുഗർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ്സ് എന്തെങ്കിലും എടുക്കാം. അതൊന്നും വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പിന്നെ മാക്സിമം ഈ ഒരു ഡയറ്റ് മീൽ ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പത്തെ ഡയറ്റ് പ്ലാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കും. കാണാത്തവരെല്ലാം കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.